ഏകദേശം 100 വർഷം മുമ്പ് കേരളത്തിൽ ജാതിയുടെയും അറിവില്ലായ്മയുടെയും ഇരുട്ട് നിറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ വർക്കലയിലെ ശിവഗിരി കുന്നിൻമുകളിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാർ ഒരു ആഗ്രഹവുമായി അടുത്തുചെന്നു. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും DK മാധവനും CV കുഞ്ഞിരാമനുമായിരുന്നു അവർ. ഗുരുദേവ, നമുക്ക് ശിവഗിരിയിൽ എല്ലാ വർഷവും ആളുകൾക്ക് ഒത്തുകൂടാൻ ഒരു തീർത്ഥാടനം തുടങ്ങണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഗുരു ശാന്തനായി അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ഒരു വലിയ പാഠം അവർക്ക് പറഞ്ഞുകൊടുത്തു. സാധാരണ തീർത്ഥാടനങ്ങൾ പോലെ കുറേ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് പണം ചിലവാക്കി മടങ്ങുന്ന ഒന്നാകരുത് ഇത് എന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. മനുഷ്യർക്ക് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വേദിയായിരിക്കണം തീർത്ഥാടനം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. നമ്മുടെ ആളുകൾക്ക് അറിവ് വേണം, വൃത്തി വേണം, സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള പ്രാപ്തി വേണം എന്ന് ഗുരു അവരെ ഓർമ്മിപ്പിച്ചു. അതിനായി കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവുള്ളവർ അവിടെ വന്ന് സംസാരിക്കണമെന്നും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർ അത് കേട്ട് പഠിക്കണമെന്നും ഗുരു നിർദ്ദേശിച്ചു. അവിടെ നിന്ന് കിട്ടുന്ന അറിവ് നാട്ടിലെത്തി മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. ഇതാണ് ഈ തീർത്ഥാടനത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. യാത്രയ്ക്ക് മഞ്ഞ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിനും ഒരു കാരണമുണ്ടായിരുന്നു. സാധാരണ വെള്ള വസ്ത്രം യാത്രയ്ക്കിടയിൽ പെട്ടെന്ന് അഴുക്കാകും. എന്നാൽ മഞ്ഞ നിറം അങ്ങനെയല്ല. മാത്രമല്ല, അത് സന്യാസത്തിൻ്റെയും അറിവിൻ്റെയും കൂടി നിറമാണ്. ആഡംബരങ്ങൾ ഒന്നുമില്ലാതെ വളരെ ലളിതമായി വേണം ഈ യാത്ര നടത്താനെന്നും ഗുരു ചട്ടം കെട്ടി. അങ്ങനെ വെറുമൊരു വഴിപാടായിട്ടല്ല, മറിച്ച് മനുഷ്യനെ ബുദ്ധിയുള്ളവനും മാന്യമായി ജീവിക്കാൻ കഴിവുള്ളവനുമാക്കി മാറ്റുന്ന ഒരു അറിവിൻ്റെ യാത്രയായിട്ടാണ് ശിവഗിരി തീർത്ഥാടനം ജനിച്ചത്. ഇന്നും ഓരോ തീർത്ഥാടകനും ശിവഗിരിയിൽ പോകുന്നത് അറിവ് നേടാനും പുതിയ മനുഷ്യനായി മാറാനുമാണ്.